നമസ്കാരം. IPLന്റെ പുതിയ സീസണിൽ മുൻ ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിന്റെ അഭാവം രാജസ്ഥാൻ റോയൽസിനെ കാര്യമായി ബാധിച്ചേക്കില്ലെന്ന് മുൻ താരം മുഹമ്മദ് കൈഫ് പറയുന്നുണ്ട്. പരിശീലക സ്ഥാനം, അതായത് പക്ഷേത്തുള്ള കാര്യങ്ങൾ ഇനി മുന്നിൽ ഇതിഹാസ താരമായ രാഹുൽ ദ്രാവിഡ് മാറ്റിയ തിരക്കിട്ട നീക്കമായി പോയെന്നൊരവസരം കൂടി അർഹിച്ചതായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രെയിനിങ് മീറ്റോയിൽ തന്നെ റോയൽസ് വിട്ട് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു വേഗം ചേക്കേറി. പകരം അവിടെ നിന്നും സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറീനും തിരികെ റോയൽസിലേക്ക് വരികയും ചെയ്തിരുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഈ കൂടുമാറ്റങ്ങളെക്കുറിച്ച് മുഹമ്മദ് കൈഫ് വിശകലനം ചെയ്തത്. രാജസ്ഥാൻ റോയൽസിനകത്ത് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ഇതാണ് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡുമെല്ലാം ഫ്രാഞ്ചൈസി വിടുന്നതിൽ നയിച്ചതെന്നും മുഹമ്മദ് കൈഫിന്റെ അഭിപ്രായമുണ്ട്. കുമാർ സംഗകാര, രാഹുൽ ദ്രാവിഡ്, സഞ്ജു സാംസൺ, ടീം ഉടമയായ മനോജ് ബതാലെ എന്നിവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് കാരണമാണ് ഇപ്പോൾ സഞ്ജുവും ദ്രാവിഡും റോയൽസിനൊപ്പം ഇല്ലാത്തത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസ് അവരുടെ കഴിവിനൊത്ത പ്രകടനവും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. തിടുക്കത്തിൽ അവർ ദ്രാവിഡിനെ ടീമിൽ നിന്നും പോകാൻ അനുവദിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള കോച്ചുമാരെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. IPL വളരെ ബുദ്ധിമുട്ടേറിയ ടൂർണമെന്റ് ആയതിനാൽ തന്നെ ചിലപ്പോൾ ടീമുകൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞേക്കില്ലെന്നും കൈഫ് വിലയിരുത്തി സംസാരിച്ചു. എല്ലാ IPL സീസണുകളിലും നിങ്ങൾക്ക് ടോപ്പ് 3-യിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചേക്കില്ല എന്നും പറഞ്ഞു. മെഗാ താരലേലം നടന്നപ്പോൾ ജോസ് ബട്ട്ലറെ പോലെയുള്ളവർ റോയൽസിൽ ഇല്ലാതിരുന്നു. മാത്രമല്ല, കുമാർ സംഗകാരയ്ക്ക് ലഭിച്ചതുപോലെ ഒരു ടീമിനെയും രാഹുൽ ദ്രാവിഡിന് കിട്ടിയേക്കില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ റോയൽസ് താരതമ്യേന ദുർബലമായിരിക്കുമെന്നതും കൈഫ് ചൂണ്ടിക്കാട്ടി. പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ റോയൽസ് കഴിഞ്ഞ തവണ പ്ലേ ഓഫ് പോലും എത്താതെയാണ് പുറത്തായത്. പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് അവർ കൂപ്പുകുത്തുകയും ചെയ്തു. ലീഗ് ഘട്ടത്തിലെ 14 മത്സരങ്ങളിൽ വെറും 4 എണ്ണത്തിൽ മാത്രമേ റോയൽസിന് ജയിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. സഞ്ജു സാംസണിന്റെ അഭാവം തന്നെ IPLന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ബാധിച്ചേക്കില്ലെന്നും അഭിപ്രായമുണ്ട്. മുഹമ്മദ് കൈഫിനെ ഇപ്പോൾ വ്യക്തമാക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെയാണ് ഓരോ തവണയും വീഡിയോയിലൂടെ പറയുകയും ചെയ്യുന്നത്. പക്ഷേ രാഹുൽ ദ്രാവിഡിന്റെ കാര്യം അങ്ങനല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ അണിയറയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയുമില്ല. ടീം മാനേജ്മെന്റിന്റെ ചില തീരുമാനങ്ങളിൽ സഞ്ജു സാംസൺ അസ്വസ്ഥനായിരിക്കാം. അദ്ദേഹത്തിന് രാഹുൽ ദ്രാവിഡുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതും നമുക്കറിയാത്ത കാര്യമാണ്. ഉണ്ടായിരുന്നെങ്കിൽ ദ്രാവിഡ് റോയൽസ് വിട്ടപ്പോൾ സഞ്ജു ടീമിൽ തുടർന്നേനെയെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീം വിട്ടത് മറ്റെന്തെങ്കിലും കാരണത്താൽ ആകാമെന്നും പറയുന്നുണ്ട്. റോയൽസിൽ ദ്രാവിഡ് ഒരു അവസരം കൂടി അർഹിച്ചിരുന്നുവെന്നും പറയുന്നു. അത് സത്യമാണെന്നും പറയുന്നുണ്ട്. പക്ഷേ റോയൽസ് മുന്നോട്ട് പോവുകയെന്നത് കുമാർ സംഗകാരയെ പകരം കൊണ്ടുവരികയും ചെയ്തതാണ് കണ്ടത്. സഞ്ജു ടീം വിട്ടത് റോയൽസിനെ കാര്യമായി ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദ്രാവിഡ് പോയതാണ് അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകുമെന്നത് പറയുന്നു. അതായത് സഞ്ജുവിന് ചുക്കുവിലയും, അതായത് സഞ്ജു പോയാൽ ഒന്നും സംഭവിക്കില്ലെന്നും രാജസ്ഥാൻ അവിടെ പുലിക്കുട്ടികളുണ്ട് എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം. എന്നാൽ ദ്രാവിഡിനെ അവിടെ നിന്ന് മാറ്റിയത് തന്നെ, അതും സഞ്ജുവിന് വേണ്ടി ദ്രാവിഡിനെ മാറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റായി പോയതെന്നുമാണ് കൈഫ് ചൂണ്ടിക്കാണിക്കുന്നത്.